ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മലബാർ ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ കസിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും നല്ല രസമാണ്, നല്ല വ്യൂ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. അതുപോലെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ആ കുറച്ച് കാര്യങ്ങളിവിടെ കാണിച്ചു തരാം. അതുപോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭയങ്കര ചിട്ടയായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 1 മാസം മുന്നേ തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇത് നല്ല ഡിലേ വന്നു ഇത് ഇടാനായിട്ട്. അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇതൊരു ഷൂട്ട് ചെയ്തതും റെക്കോർഡ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ പിന്നെ നമ്മൾ ബേക്കൽ ബീച്ച് ആൻഡ് ബേക്കൽ ഫോർട്ട് ഈ 2 വ്ളോഗ് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ മറ്റ് പാർട്ടായിട്ടാണ് ആ ഒരു വീഡിയോസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇന്നീ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വൈകുന്നേരം 5 മണിയായപ്പോൾ വീട്ടിലെത്തി. ഇത് വീടിൻ്റെ മുൻവശമാണ്. വീട് 2 നില വീടാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ പറയുക, പക്ഷേ ഇത് 3 നില വീടാണ്. പിന്നെ നമ്മൾ ഈ ഒരു പാട്ടിൽ ഷൂട്ട് ചെയ്യണത് വീടിൻ്റെ ഫ്രണ്ട് വശവും സൈഡ് ഭാഗങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുന്ന് താഴോട്ട്, അതായത് നമ്മുടെ ഗേറ്റിൽ താഴോട്ട് ഒരു അടിപൊളി നേരെ നമ്മൾക്കൊരു ടൗൺ പോലെ ഒരു സെറ്റപ്പാണ്. ഒരു സ്റ്റേഴ്സ് കണ്ടില്ലേ, അത് മെഡിക്കൽ ഷോപ്പിലോട്ടുള്ള എൻട്രിയാണ് കേട്ടോ. മെഡിക്കൽ ഷോപ്പ്, ലേഡീസ് സ്റ്റോർ എല്ലാം ഉണ്ട് ഇവിടെ. ഒരു അടിപൊളി സൗകര്യമുള്ളൊരു ഏരിയയാണ്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീടിൻ്റെ സൈഡിൽ. പിന്നെ ഇത് എൻട്രി പോർഷനാണ്. ഓക്കെ, പിന്നെ ഇപ്പുറത്തൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് എന്തിൻ്റെ ആണെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഏറ്റവും വ്യൂ ഏറിയ ഒരു സ്ഥലമാണ് കേട്ടോ. രാവിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം, അതായത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസം ഞാൻ അധികം ഷൂട്ട് ചെയ്തിരുന്നില്ല, നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഉറങ്ങുമായിരുന്നു. പിന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഓടി വന്നത് ഈ 2ാം നിലയിലെ ബാൽക്കണിയിലോട്ടായിരുന്നു. അപ്പോൾ 7:30 ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് സമയം. അപ്പോൾ എൻ്റെ റിയൽ വോയിസ്, ആ സമയത്ത് എടുത്ത വോയിസും റെക്കോർഡിങ്ങും തമ്മിൽ മിക്സായിപ്പോയി, സോറി കേട്ടോ. ഇനി നമ്മളുടെ ചിട്ടയായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കയറുവാണ്. അപ്പോൾ അതിന് പ്രത്യേക വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അയമോദകം ഇട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ഷെയ്ക്കാണ്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ മുട്ട ബിൾസായി ചിലപ്പോൾ പുഴുങ്ങിയിട്ടിട്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിരുന്നു നമ്മുടെ ഏത്തയ്ക്ക. പിന്നെ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഷേക്കാണ് കുടിക്കേണ്ടത്. ബദാമും ഈന്തപ്പഴവും ഇട്ടടിച്ച് ഇച്ചിരി പാലും കൊണ്ട് ഇട്ടടിച്ച് ഷേക്കാണ് കേട്ടത്. പിന്നെ അപ്പവും മുട്ടക്കറിയായിരുന്നു നമുക്ക്, അത് നമ്മൾ കഴിച്ചു. പിന്നെ ഒരു മുട്ടയുണ്ടായിരുന്നു, അത് ഈ മുട്ടക്കറിക്കകത്ത് വരുന്നുണ്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് പാട്ടായിട്ടുള്ള നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയത്. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ സംസാരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ, എപ്പോഴും ഫ്രൂട്ട്സും മസ്റ്റാണ്. പിന്നെ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ്. ഇതാണ് ദ ഹോൾ ഫാമിലി. പാപ്പാപ്പിന് 2 മക്കളാണ്, ഒരു ചേച്ചിയും ഒരു ചേട്ടനുമാണ്. അപ്പം മൂത്തത് ചേച്ചിയാണ്. അപ്പം ചേച്ചിയുടെ പേര് മണിക്കുട്ടിയെന്നും ചേട്ടായുടെ പേര് മോനായി ചേട്ടാ, അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരുടെ മക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ ചേട്ടായിക്ക് 2 ട്വിൻസാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കുള്ള സമയമായി. അപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ഓൾമോസ്റ്റ് ഇങ്ങനെ കള്ളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യും കേട്ടോ. ഇത് വെള്ളക്കള്ളാണ്, നല്ല അടിപൊളി വെള്ളക്കള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് കുടിക്കേണ്ടത്. അതിനുശേഷം പിന്നെ ഇവിടെ എപ്പോഴും മീനുണ്ട് കേട്ടോ, അടിപൊളി മീനുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മീൻ സ്പെഷ്യൽ വീടാണിവിടെ. ഓക്കെ, ഞാനെടുത്തത് വേറൊരു ഡിഫറെൻറ്റ് മീനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മീനായിരുന്നു. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് സവാളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ കഴിക്കും. പിന്നെയാണ് നമ്മുടെ റിയൽ ലഞ്ചിലേക്കൊക്കെ കയറുക. ഓക്കെ,
ഇതാണ്ടില്ല അടിപൊളി മീനാണ് കേട്ടോ. സവാളയും കൂട്ടിട്ടൊരു കഴി കഴിക്കണം. വാവ്. ഇനി നമ്മൾ ചോറിലേക്ക് കയറുവാണ്. അപ്പം ഇവിടെ ഉണ്ടായിരുന്നെന്ന് കറികളൊക്കെ പയറുണ്ടായിരുന്നു, പിന്നെ എന്തൊരു കറി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. പിന്നെ മീനുണ്ടായിരുന്നു, പിന്നെ ഒരു പൊട്ടേറ്റോവും ക്യാരറ്റും വെച്ചിട്ടൊരു അടിപൊളി തോരനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് ഫ്രൂട്ട്സ് കൂടി ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.